ഞാനായിട്ട് പൊരിഞ്ഞടി നടന്ന് ഉമ്മ വാതിലിട്ട് പുറത്ത് ഞങ്ങളാക്കി വാതിലടച്ചിട്ട് എൻ്റെ നെഞ്ഞിൽ വലിയൊരു മുറിയായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ഇപ്പോൾ ഞങ്ങൾ KFC കാര്യങ്ങളൊക്കെ കഴിച്ച് വീട്ടിലെത്തും. ഞാൻ KFCൻ്റെ ചിക്കൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. മക്കൾക്ക് മാത്രമേ മേടിച്ച് കൊടുത്തിട്ടുള്ളൂ. ചില ആൾക്കാർ ഫുഡിൻ്റെതാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ, പക്ഷെ അല്ല. എൻ്റെ ഉമ്മ എന്നെ പുറത്താക്കി വാതിലിട്ട് അടച്ചപ്പോൾ അങ്ങനെ എൻ്റെ നെഞ്ഞിൽ എൻ്റെ മർമ്മമാണല്ലോ മാറിൻ്റെ അവിടെ ആയിട്ട് വലിയൊരു മുറി ഉണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ടവരും കാണിക്കേണ്ടവരും ബാക്കിയുള്ള ഹോസ്പിറ്റലും കാര്യങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചിട്ടും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും നമുക്കൊരു ഇതില്ല. പൈസൻ്റെ കാര്യത്തിൽ മാത്രം ഒരു നടപടിയാക്കി ഉമ്മാൻ്റെ ആങ്ങളുടെ മകൻ കയറി തല്ലിയതിന് നമുക്ക് കേസ് എടുത്തിട്ടുണ്ട്, FIR ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇന്നേ വരയ്ക്കും അവർ വിളിക്കുക വേറുള്ളത് അവർ കള്ളസാക്ഷികളൊക്കെ ഒപ്പിടാൻ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. നമ്മൾ കള്ളസാക്ഷി ഒപ്പിട്ടിട്ട് കോടതിയിൽ നമ്മളത് വിലപ്പോവില്ല. കണ്ടു നിന്ന സാക്ഷികൾ പറഞ്ഞത് എന്താ പറയുക, പ്രതികൾ തന്നെ കണ്ടു നിന്നുകൊണ്ട് പ്രതികൾ സാക്ഷി ഒപ്പിടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് എൻ്റെ 5 മക്കളും പിന്നെ എൻ്റെ ഫോണും മാത്രമാണ് കേട്ടോ. അപ്പോൾ അവർ മക്കളെ സാക്ഷി നിർത്താൻ പറ്റില്ല. വേറെ 2 കള്ളസാക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു പോലീസുകാർ. ഞാൻ പറഞ്ഞു കള്ളസാക്ഷി കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞാൽ അത് അവർ മാറ്റിമറിച്ചിട്ട് കണ്ടോയെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. കാരണം നമ്മുടെ കൂട്ടുകാരൊക്കെ എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ ഓരോരോ പണിസ്ഥലത്ത് കിടക്കുന്ന ഫ്രണ്ട്സുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് നമ്മൾ സാക്ഷി ഒപ്പിട്ടിട്ട് അവരെ കോടതിയിൽ എത്തിച്ചിട്ട് എന്താ കാര്യം? അവർ പിന്നീട് അതില്ല അല്ലെങ്കിൽ അവർ കണ്ടിട്ടില്ല എന്നുള്ള തെളിയിക്കുക. കോടതി അതൊരു തെളിവേ അല്ല. പിന്നെ പെങ്ങള് എനിക്ക് പ്രഗ്നന്റ് ആയി, എൻ്റെ ഇക്ക മരിച്ചപ്പോൾ എനിക്ക് ഗർഭം ഉണ്ടാക്കിയവള്, അവളുടെ മകള് തള്ളെ പിറുവിറുക്കണ്ട. പിറുവിറുക്ക് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിടും തള്ളെ. പിറുവിറുക്കാണ്ടിരുന്നാ നിങ്ങൾക്ക് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിടും. പിറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരം അറിയും. ഞാനിവിടെ വോയിസ് കൊടുക്കാണ്, ഇരിക്കണം. എന്തിനാ എന്നെ പിറുപിറു പറയണേ? എന്താ പ്രാന്തുണ്ടോ നിങ്ങക്ക്? അപ്പൊ നമ്മള് എന്താ പറയാ, അവളുടെ ആ ഒരു മകളുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടാണ് കേട്ടോ നമ്മള് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നുമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ ജെട്ടി ഡാൻസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവുക തന്നെയാണ്. എന്റെ മാനം പോവും, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. എന്റെ തള്ളയല്ലേ എന്നുള്ളത് എന്റെ മാനം പോവേ പബ്ലിക്കായിട്ട് കണ്ടാലേ. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും സാജിദ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ. എന്ന് വെച്ചാൽ കുറേ അധികം പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി പറയാം, സാജിദ ഷാജി എന്ന് പറഞ്ഞൊരു യൂട്യൂബറാണ്. ഇവരുടെ ലൈഫ് ഭയങ്കരമായിട്ടുള്ള ട്രാജഡിയും കാര്യങ്ങളാണ്. ഇവർ ഭയങ്കരമായിട്ട് ആൾക്കാരെ അറിയാൻ തുടങ്ങുന്ന ഇവരുടെ ഭർത്താവ് മരിച്ചു, ആ സമയത്ത് ഇവർക്ക് 5 കുട്ടികളുണ്ട്, എങ്ങനെ ഇവർ ജീവിക്കും, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ, അത് ഇവരുടെ വീട്ടുകാരൊക്കെ അതായത് സഹോദരിമാരൊക്കെ ഉപദ്രവിക്കുന്നു, അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കുറേ അധികം പേര് അറിയാനൊക്കെ തുടങ്ങിയത്. കുറേ അധികം ഫോളോവേഴ്സിന് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സ്വഭാവം ഭയങ്കരമായിട്ട് പണ്ടത്തേക്കാൾ മാറി എന്നുള്ള കാര്യമാണ് പലരും പറയുന്നതും. ഫാൻസ് പോലെ അത് ഇവരെ ഫോളോ ചെയ്യുന്നവരെ കുറേ അധികം പേര് പറയുന്നുണ്ട് ഇവരെ സ്വഭാവം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ എപ്പം നോക്കിയാൽ ഇവരെ ബന്ധുക്കളുടെ സഹോദരികൾ അമ്മയൊക്കെ കുറിച്ച് നോക്കിയ വീഡിയോസ് ഇട്ടുകൊണ്ട് തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാൻ സമയമുള്ളൂ. നിങ്ങളിപ്പോൾ ആദ്യമേ 2 വീഡിയോസ് കണ്ടു കാണും. ആ ഒരു 2 വീഡിയോസിലും സ്വന്തം ഉമ്മേനെ പറ്റി കുറ്റം പറയുന്നതും അതുപോലെ തന്നെ ഉമ്മേനെ പറ്റി ഓരോ കാര്യങ്ങൾ നിങ്ങളതിൽ കണ്ട തരം മനസ്സിലായി. വീഡിയോസൊക്കെ എടുത്ത് പുറത്ത് വിടും, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉമ്മേനെ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് 2ാമത് കണ്ട വീഡിയോ. ഇത് കണക്ക് ആ ഒരു വീഡിയോയിൽ ഈ ഒരു സഹോദരിയെ പറ്റി കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടെങ്കിൽ ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. ഉമ്മ കേട്ട ഉടനെ എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ച ഉടനെ അവരെടുത്തുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇതാണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് നാണക്കേടാന്നൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താനും ഭയങ്കരമായിട്ട് തർക്കിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള വഴക്കും എല്ലാം ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അവർ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ശേഷമുള്ളതാണ് നിങ്ങൾ ആദ്യമേ കണ്ടത്. വീട്ടിൽ നിന്ന് ഉമ്മയുണ്ടെങ്കിൽ ഈ ഒരു കുട്ടികളെ അതുപോലെ തന്നെ ഈ ഒരു ഷാജിദയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് ഷാജിദ പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇറങ്ങി വന്നതിന് ശേഷം KFC കഴിക്കാൻ പോകുന്നു, അവിടെ വെച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു, പോലീസിനെ പോയി കണ്ടെന്നോ അതുപോലെ തന്നെ ഈ ഒരു ഉമ്മയുടെ സഹോദരൻ്റെ മോൻ വന്ന് അടിച്ചെന്നോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസ് പറഞ്ഞു അങ്ങനെ കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല, തെളിവും കാര്യങ്ങളൊക്കെ വേണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ആദ്യം വീഡിയോ കണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ 2ാമത്തെ വീഡിയോ ആണ് എന്താണ് സംഭവം നടന്നത്. അതിനുശേഷമുള്ള വഴക്കും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതൊക്കെ സംഭവം.
സോ ഈ ഒരു വീഡിയോ കണ്ട് കുറേയധികം പേരുണ്ടെങ്കിൽ ഇത് എന്നുമുള്ള സ്ഥിരമായിട്ടുള്ള കാര്യമാണ് കുറ്റം പറച്ചിൽ. എപ്പം നോക്കിയാലും ഉമ്മേനെ കുറ്റം പറയുക, സഹോദരിയെ കുറ്റം പറയുക, എല്ലാ വീഡിയോസിലും ഇത് തന്നെയാണ്. ഇപ്പോൾ അടുപ്പിച്ച് അവസാനം ഇട്ട് 4 വീഡിയോ എടുത്താലും അതിനകത്ത് ഫുൾ ഈ ഒരു കുറ്റം പറച്ചിലും കാര്യങ്ങളുമാണ്. അപ്പോഴത്തേന് ഷാജിദ എപ്പം നോക്കിയാലും ഇത് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയുന്നത്. എന്നിരുന്നാലും ആദ്യത്തെ നിന്നും അത് പണ്ടത്തേക്കാൾ സ്വഭാവം മാറി, ക്യാഷൊക്കെ വന്നപ്പോൾ കുറേ സ്വഭാവം മാറിയെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ ചാനലിൽ അധികം ആൾക്കാർ, ഞാനും ഈ ഒരു ഇഷ്യൂ വന്ന സമയത്താണ് കാണുന്നത്. ആ ഒരു സമയത്തും ഇങ്ങനെ ആൾക്കാരെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇവരുടെ സ്വഭാവം ഭയങ്കര എപ്പം നോക്കിയാലും വീഡിയോ ഇടുന്ന ഒരു കുറ്റം പറയാനേ ആണ് എന്നുള്ളൊരു കാര്യം. സോ കുറേയധികം പേര് ഷാജിദ ഫോളോ ചെയ്യുന്നവരുണ്ടായിരിക്കും, അറിയുന്നവരുണ്ടായിരിക്കും. എന്താണ് ഇവർ യഥാർത്ഥത്തിൽ എപ്പോഴും ഇത് തന്നെ ആണോ, എന്താണ് സംഭവം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എനിക്കറിയാൻ വേണ്ടി കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, ബൈ.